ലെറ്റ്സ് ഇൻ റിവ്യൂവിൽ ഒരു ഘട്ടത്തിൽ ഞാനും കടന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതിന് നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയം അവിടെ സാധ്യമാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റാഫി പാലക്കോട്ടൽ ചോദിക്കുന്ന ചോദ്യം വളരെ ഗൗരവതരമാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും മുൻപൊന്നുമില്ലാത്തവണ്ണം അധികരിച്ചിരിക്കുന്ന കാലത്ത് ഒരു മതേതര രാജ്യമായി എത്ര നാൾ നമ്മുടെ ഇന്ത്യക്ക് തുടരാൻ സാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ആ ആശങ്ക യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും പങ്കുവെക്കുകയാണ്. പ്രത്യേകിച്ചും മോദി സർക്കാർ രണ്ടാമതും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഈ ഒരു 3-4 മാസങ്ങൾ എടുത്തു നോക്കിയാൽ ഈ ആശങ്ക രാജ്യം മുഴുവൻ ശക്തിപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും ഇത്തരത്തിൽ ജനങ്ങളെ മതത്തിൻ്റെയും മറ്റ് സങ്കുചിത ചിന്തകളുടെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്ന വിഷയങ്ങളാണ് ഉയർന്നു വരുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ പോലുള്ളൊരു നാട്ടിലെ ഭരണാധികാരികൾ അവരാരുമായിക്കോട്ടെ, അവരുടെ യഥാർത്ഥ മുൻഗണനയാവേണ്ടത്, അവരുടെ പ്രയോറിറ്റി ആവേണ്ടത് ഈ നാടിനെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. ഈ നാട് ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലോകത്ത് തന്നെ വെച്ച് ഏറ്റവും വലിയ ബഹുസ്വരതകളുടെ നാടാണ്, വൈവിധ്യങ്ങളുടെ ഒരു നാടാണ്. ജാതിയുടെയും മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും കാലാവസ്ഥയുടെയും അങ്ങനെ ഏതെല്ലാം തരത്തിൽ വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമോ ആ വൈവിധ്യങ്ങളൊക്കെ പുലരുന്ന ഒരു നാടാണ് ഇന്ത്യ. ഇന്ത്യയെക്കുറിച്ച് ആരോ പറഞ്ഞിട്ടുണ്ട്, എവറി 10 kilometers യു ട്രാവൽ യു ഫൈൻഡ് എ ന്യൂ ഇന്ത്യ എന്ന്, യു ഫൈൻഡ് എ ഡിഫറെൻറ്റ് ഇന്ത്യ എന്ന്. അപ്പോൾ ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഒരുപക്ഷെ വ്യത്യസ്ത രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളായിരിക്കും, വ്യത്യസ്ത രീതിയിൽ ഭാഷ സംസാരിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഈ ഒരു വൈവിധ്യം ഈ നാടിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ കണ്ണടച്ചാൽ നമുക്ക് മാത്രമേ ഇരുട്ടാവുകയുള്ളൂ, ലോകത്തിന് മുഴുവൻ ഇരുട്ടാവുകയില്ല. അപ്പോൾ ഈ യാഥാർത്ഥ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യക്കാരൻ ആവാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത ഈ വൈവിധ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. ദൗർഭാഗ്യവശാൽ ആ മനസ്സില്ലാത്ത ചില ആളുകളാണ് ഈ പറഞ്ഞ തരത്തിലുള്ള സങ്കുചിതമായിട്ടുള്ള സെക്ടേറിയനായിട്ടുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് അതിനെ അപ്പുറത്ത് ചിന്തിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് മനസ്സ് ഓരോ ഇന്ത്യക്കാരനും ഓരോ പൗരനും ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു ലോകത്തിലെ മറ്റ് അഡ്വാൻസ് ഡെമോക്രസീസിലൊക്കെ ഇത്തരത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ സെക്ടേറിയനായിട്ടുള്ള വളരെ ഡിവൈസീവായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആളുകളെ തുറന്നു കാട്ടാനും അവരെ ഒറ്റപ്പെടുത്താനും അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാനും കഴിയുന്ന ആളുകൾ മറുഭാഗത്തുണ്ട്. ജനങ്ങളടക്കം ആ നിലയിലുള്ള പ്രബുദ്ധത കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ എത്രത്തോളം വർഗീയവാദങ്ങൾ ആര് മുന്നോട്ട് വയ്ക്കുന്നു, എത്രത്തോളം ശക്തിയായി അത്തരം വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുവോ അവരുടെ കൂടെ നിൽക്കാനാണ് കുറേ ആളുകൾ തയ്യാറാവുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നമ്മെ എവിടെ കൊണ്ട് ചെന്ന് എത്തിക്കും എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആശങ്ക ഉയർന്നു വരുന്നുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ലാതെ ഇന്ത്യക്ക് നിലനിൽക്കാനും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ ഒരു നാഷണലിസത്തിൻ്റെ രൂപീകരണത്തിൽ തന്നെ ഈ മതേതരത്വത്തിന് അതിൻ്റേതായിട്ടുള്ള പങ്കുണ്ട്. കാരണം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ നാഷണലിസം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ആശയമൊക്കെ രൂപം കൊണ്ടത്. ഒരു ദേശീയ പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ചും വൈദേശികാധിപത്യത്തോട് പോരാടുന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചുമതല എന്ന് പറയുന്നതിന് എല്ലാവരും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാലാണ് എക്സ്റ്റേണൽ ശത്രുവിനെ നമുക്ക് എതിരിടാൻ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി ആളുകളെ ഒന്നിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ദൗത്യം. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, ഈ ദേശീയ പ്രസ്ഥാനവുമായിട്ട് സ്വാതന്ത്ര്യ സമരവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുറേ ആളുകളാണ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അവരാണ് പുതിയ രാജ്യസ്നേഹികളായിട്ട് അവതരിക്കുന്നത്, അവരാണ് നാഷണലിസത്തെ ഡിഫൈൻ ചെയ്യുന്നത്, അവരാണ് നമ്മളെന്നും അവർ എന്നുമുള്ള ഡിവിഷൻസ് ഇവിടെ ഉണ്ടാക്കുന്നത്, അവരാണ് മറ്റുള്ളവരെ മുഴുവൻ പാകിസ്ഥാനിലേക്കും മറ്റും കയറ്റി അയക്കാൻ വേണ്ടിയിട്ടുള്ള കരാറുമായിട്ട് നടക്കുന്നത്. അപ്പോൾ ആ നിലയിലുള്ള ആളുകളുടെ കൈകളിലേക്ക് ഇന്ത്യയുടെ ഭരണാധികാരം പോകുന്നു. ഇന്ത്യയുടെ നാഷണലിസത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അവർ ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ പോകുന്നു എന്നുള്ളത് ഒരു സെക്യുലർ ഡെമോക്രസി എന്ന നിലയിൽ നമ്മുടെ ഭാവിയെ വലിയ രീതിയിൽ ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. ഭരണഘടനയിൽ സെക്യുലറിസം അത് ഭരണഘടന രൂപം കൊള്ളുന്ന സമയത്ത് ഉൾപ്പെടുത്തിയിരുന്നില്ല ആ വാക്ക് എന്നുള്ളത് നമുക്കറിയാം. പിന്നീടാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സെക്യുലർ എന്ന് പറയുന്ന വാക്ക് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ എഴുതി ചേർത്തത്. കാരണം ആദ്യകാലത്ത് ഇങ്ങനെ വളരെ എക്സ്പ്ലിസിറ്റായി
ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രമാണ് എന്ന് പറയേണ്ടതുണ്ട് എന്ന് പോലും ആളുകൾ കരുതിയിരുന്നില്ല. അന്നത്തെ ദേശീയ നേതാക്കന്മാർക്ക് അത് കരുതിയിരുന്നില്ല. കാരണം ഇന്ത്യക്ക് സെക്യുലർ രാഷ്ട്രമല്ലാതെ നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതായിരുന്നു എല്ലാവരും അംഗീകരിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ആ വാക്ക് അന്ന് ഒഴിവാക്കിയത്. പക്ഷേ പിന്നീട് നമുക്കത് ഉൾപ്പെടുത്തേണ്ടതായിട്ട് വന്നു. പക്ഷേ ഇന്ന് ഏറ്റവും വലിയൊരു അധിക്ഷേപ വാക്കായിട്ട് ഈ സെക്യുലർ എന്ന വാക്കിനെ ഈ പറഞ്ഞ ആളുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും സംഘപരിവാർ അവരുടെ ഏറ്റവും വലിയ തെറിയാണ്, ഏറ്റവും വലിയൊരു അധിക്ഷേപ വാക്കാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ മതേതരത്വത്തിന് വേണ്ടിയും മതസൗഹാർദ്ദത്തിന് വേണ്ടിയും ഫാഷിസത്തിനെതിരായിട്ടും ഒക്കെ ശബ്ദിക്കുമ്പോൾ നമ്മളെ അധിക്ഷേപിക്കാനും അടിച്ചിരുത്താനും അവർ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറി വാക്കാണ്, അസഭ്യമായിട്ടാണ് സെക്യുലർ എന്ന വാക്ക് കടന്നു വരുന്നത് എന്നുള്ളത് വലിയ ഒരു ആശങ്കയിലേക്ക് തന്നെയാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര സങ്കല്പങ്ങളെ, ഇൻക്ലൂസീവ് സങ്കല്പങ്ങളെ, എല്ലാവർക്കും തുല്യനീതി ഉറപ്പുവരുത്തുന്ന സങ്കല്പങ്ങളെ മുറുകെ പിടിക്കുക, മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഓരോ ഇന്ത്യൻ പൗരനും ചെയ്യേണ്ടതായിട്ടുള്ള ദൗത്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അർജുൻ ഗിരീഷ് എന്ന് പറയുന്ന സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള പ്രചോദനം എന്തായിരുന്നു എന്നുള്ളതാണ്. വളരെ നല്ലൊരു ചോദ്യമാണ്, വ്യക്തിപരമായിട്ടുള്ള ചോദ്യം കൂടിയാണ്. പലരും മുൻപ് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം എൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫാമിലി ആയിട്ട് അങ്ങനെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല, കുടുംബത്തിൽ അങ്ങനെ രാഷ്ട്രീയക്കാരൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ രാഷ്ട്രീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടായിരുന്നു. ന്യൂസ് പേപ്പറും അത്തരം വായനയും ഒക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ട്രിഗർ എന്തായിരുന്നു എന്ന് ഞാൻ പിന്നീട് ഓർത്തെടുത്തിട്ടുണ്ട്. അതെനിക്ക് തോന്നിയത് ഞാൻ 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 9ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി ലേഖനങ്ങളും നിരവധി വാർത്തകളും ഒക്കെ വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വലിയൊരു ആരാധന തോന്നിയിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്ന സമയത്തൊക്കെ ഞാൻ കൊച്ചുകുട്ടിയാണ്, അദ്ദേഹത്തെ ആ നിലയിൽ നോക്കിക്കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഒരു വലിയ ഷോക്കായി, അതൊരു വലിയൊരു നഷ്ടബോധമായിട്ട് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഞാൻ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് വായിക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങിയത്. ആ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സങ്കീർണവും വളരെ സംഭവബഹുലമായിട്ടുള്ളൊരു കാലഘട്ടം കൂടിയായിരുന്നു. സാമ്പത്തിക പരിഷ്കാരങ്ങൾ വരുന്നു, അതിനുശേഷം വർഗീയ ശക്തികൾ ശക്തിപ്പെടുന്നു, ബാബറി മസ്ജിദിൻ്റെ തകർക്കൽ ഉണ്ടാകുന്നു, അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വായിക്കാനും അറിയാനും ശ്രമിച്ചു. സ്വാഭാവികമായിട്ട് ആ വായനയൊക്കെ എത്തിച്ചേരുന്നത് കോൺഗ്രസ്സിലേക്കും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്കും ഒക്കെയാണ്. അതാണ് അന്നത്തെ കാലത്തെ വായനകൾ. അപ്പോൾ അങ്ങനെയാണ് എന്നിലെ രാഷ്ട്രീയക്കാരൻ പുറത്തേക്ക് വന്നത് കുറേശ്ശെ എങ്കിലും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അപ്പോഴൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്, ഞാൻ പഠിച്ചത് ഒരു റെസിഡൻഷ്യൽ സ്കൂളിലായിരുന്നു, നവോദയ വിദ്യാലയത്തിലായിരുന്നു. അവിടെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലുമുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. അപ്പോൾ +2 കഴിയുന്നത് വരെ രാഷ്ട്രീയം ഉള്ളിലുണ്ട്, സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ചർച്ച ചെയ്യും എന്നതല്ലാതെ നേരിട്ടുള്ളൊരു പ്രവർത്തനത്തിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. +2 കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ചേർന്ന അവസരത്തിലാണ് ഞാൻ ആദ്യമായിട്ട് KSUവിൻ്റെ പ്രവർത്തകനായി ഒരു നല്ല നിലയിലുള്ള ഒരു ഫുൾ ടൈം എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നത്. പിന്നീട് KSUവിൻ്റെ ഭാഗമായിട്ട് കുറേയേറെ തലങ്ങളിൽ പ്രവർത്തിച്ചു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചു, യൂണിവേഴ്സിറ്റി തലത്തിലും സെനറ്റ് മെമ്പറൊക്കെയായി തിരഞ്ഞെടുക്കപ്പെട്ടു, സംസ്ഥാന ഭാരവാഹിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായി. അങ്ങനെയാണ് മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മാറിയത്. അപ്പോൾ പ്രചോദനം എന്നുള്ള ഏതെങ്കിലും ഒരു ഘടകം എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. ഒരു കാലഘട്ടത്തിൻ്റെയും ചില സാഹചര്യങ്ങളുടെയും ഭാഗമായിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തെ മുഖ്യധാരയിൽ സ്വീകരിക്കാൻ തയ്യാറായത്. പക്ഷേ അത് എൻ്റെ ഒരു അനുഭവമാണ്. ഒരുപക്ഷേ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമായിരിക്കും. ആരായാലും ഏത് കോണ്ടെക്സ്റ്റിൽ പ്രവർത്തിക്കുന്ന ആളുകളായാലും എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, രാഷ്ട്രീയത്തെ നമ്മളങ്ങനെ പാടെ മാറ്റി വയ്ക്കരുത്. അതിൽ വളരെ സജീവമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാനൊക്കെ ഒരുപക്ഷെ എല്ലാവർക്കും സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും രാഷ്ട്രീയ കാര്യങ്ങളെ വീക്ഷിക്കുക, സ്വന്തമായിട്ടൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക, രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ അവസരമുണ്ടാകുമ്പോൾ അഭിപ്രായം പറയുക, അങ്ങനെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഒപ്പീനിയൻ മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് മാറുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബറാക് ഒബാമ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ നിരന്തരം ആവർത്തിക്കുന്നൊരു കാര്യമുണ്ട്. The most important office in any democracy is not that of the president or the governor, it's the citizen എന്നുള്ളത്. ഒരു പൗരൻ ഒരു ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള ആളാണ്. 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പിലൊന്ന് പോയി വോട്ട് ചെയ്യുക എന്നത് മാത്രമല്ല പൗരൻ്റെ ഉത്തരവാദിത്തം.
മറിച്ച് നിരന്തരം ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ വീക്ഷിക്കുകയും വിലയിരുത്തുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് മതി എങ്കിൽ പോലും കുറേയേറെ കാര്യങ്ങളിൽ പൗരന്മാർക്ക് അവരുടെ മുൻകൈയിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു ഉത്തരവാദിത്വം എല്ലാവരും നിർവഹിക്കാൻ വേണ്ടി തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരാകണം എല്ലാവരും എന്നുള്ളതാണ് മുഖ്യധാരയിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ അഭ്യർത്ഥന. നമ്മുടെ റാഫി ചെമ്പ്ര ചോദിക്കുന്ന ചോദ്യങ്ങൾ കേരളത്തിലെ മാലിന്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ടാണ് കേരളം പോലൊരു നാട്ടിൽ മാലിന്യ പ്രശ്നം ഇത്ര വലിയൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് നിൽക്കുന്നത്? എന്താണ് അതിൻ്റെ പരിഹാരം? എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് എന്നുള്ളതൊക്കെയാണ്. അതിനുശേഷം സജിത് ജോസഫും സമാനമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ മേഖലയിൽ ഒരു എക്സ്പെർട്ട് എന്ന നിലയിൽ ഒരു അഭിപ്രായം പറയാൻ യോഗ്യനല്ല. കാരണം ഒരുപാട് വിദഗ്ധന്മാർ ഈ മേഖലയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുമുണ്ട്. പല രാജ്യങ്ങളിലും സന്ദർശിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പോകുന്ന എല്ലാ രാജ്യങ്ങളിലും ഞാൻ നിർബന്ധമായിട്ട് ചെയ്യാറുള്ളത് നമ്മുടെ സുഹൃത്തുക്കളും സഹപാഠികളും ഒക്കെ ആയിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ നമ്മുടെ അവിടുത്തെ ഹോസ്റ്റുകളായിട്ടുള്ളത്. അവരോട് പറയാറുള്ളത് അവിടുത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റുകളും സംവിധാനങ്ങളും ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടാവണമെന്ന് പറയുമ്പോൾ അവരെന്നെ ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്, കാണാനും അവസരം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം പ്രധാനമായിട്ട് തോന്നുന്നത്, കേരളത്തിൽ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മാലിന്യങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ സംസ്കരിക്കാൻ കഴിയാത്ത തരത്തിൽ മാലിന്യങ്ങളുടെ രൂപം മാറുന്നത് നമുക്ക് ഗൗരവതരമായിട്ട് ചർച്ച ചെയ്യണം. അതിനൊരു പ്രതിവിധി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇതുപോലെ ഈ മേഖലയിൽ വിജയിച്ചിട്ടുള്ള രാജ്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോഴും മാലിന്യത്തിൻ്റെ സെഗ്രഗേഷനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ സെഗ്രഗേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇത് മിക്സ് ആവാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ വികസിത രാജ്യങ്ങളിലൊക്കെ ചെയ്തതെന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ, ഒരുപക്ഷെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് മുമ്പ് തൊട്ട് തന്നെ കുട്ടികളുടെ ഇടയിലും അതുവഴി മുതിർന്നവരുടെ ഇടയിലും വലിയൊരു അവയർനെസ് നടക്കുന്നുണ്ട്. മാലിന്യങ്ങൾ എങ്ങനെ സെഗ്രഗേറ്റ് ചെയ്യാം, എങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതിനായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ബിന്നുകളിൽ അത് നിക്ഷേപിക്കാം. പല കളറിലുള്ള കളർ കോഡുകൾ, ഈ കളറുകൾ വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ കുട്ടികളുടെ മനസ്സിൽ പതിയുന്ന തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാലിന്യത്തിൻ്റെ സംസ്കരണം താരതമ്യേന വളരെ എളുപ്പമാവുകയാണ്. പക്ഷെ കേരളം വരുമ്പോൾ നമുക്ക് അങ്ങനെയില്ല. മാലിന്യ നിക്ഷേപിക്കാനുള്ള കൊട്ടകൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഒരൊറ്റ കൊട്ടയാണ്. അതിലാണ് ജൈവ മാലിന്യം ഇടുന്നത്, അതിനാണ് പ്ലാസ്റ്റിക് മാലിന്യം ഇടുന്നത്, അതിൽ തന്നെയാണ് കുപ്പിയും അതുപോലുള്ള മാലിന്യങ്ങളും ഇടുന്നത്. മറ്റെല്ലാ തരം മാലിന്യങ്ങളും അവിടെ ഇടുമ്പോൾ ഇതിൻ്റെ സംസ്കരണം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ നമുക്ക് അക്കാര്യത്തിൽ മാതൃക കാണിക്കാൻ കഴിയും. പലതരത്തിലും കുറേയും കൂടി പ്രബുദ്ധരായിട്ടുള്ള, കുറേ കൂടി ലോകം കണ്ടിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ആളുകളാണല്ലോ നമ്മുടെ ആളുകൾ. അപ്പോൾ കേരളത്തിൽ നമ്മൾ ആ മേഖലയിൽ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ വികേന്ദ്രീകൃതമായിട്ടുള്ള മാലിന്യ സംസ്കരണവും കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും, ഇത് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു ഫോക്കസ് ഇല്ലായ്മ ഉണ്ട് എന്നാണ് എൻ്റെ ഇതുവരെയുള്ള തോന്നൽ. കാരണം വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം മാത്രം മതി എന്നുള്ള ഒരുതരം പിടിവാശി, ഒരു പ്രത്യയശാസ്ത്രപരമായ പിടിവാശി പോലത്തെ ഒരു പിടിവാശിയാണ്, അപ്രായോഗികമായിട്ടുള്ളൊരു പിടിവാശിയാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വികേന്ദ്രീകൃതമായിട്ട് തന്നെ മാലിന്യങ്ങൾ സെപ്പറേറ്റ് ചെയ്യാനും സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം, അത് മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷെ അതോടൊപ്പം കേന്ദ്രീകൃത മാലിന്യ സംവിധാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയുണ്ട്. പലപ്പോഴും ഈ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ ഒരു പ്രതിസന്ധിയായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അതിനെതിരെ വലിയ ജനരോഷമൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്നത്, ഇത് ശരിയാവണ്ണം വർക്ക് ചെയ്യോ എന്നുള്ള ആശങ്ക മൂലമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആ നിലയിൽ പെരിങ്ങമലയിൽ ഒരു വലിയ ജനകീയ പ്രശ്നമുണ്ടായി. ഞാനടക്കം ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് പല തവണ അവിടെ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ വലിയ മാലിന്യ പ്രശ്നമായിട്ട് അത് മാറുമെന്നുള്ള ആശങ്ക ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ആ ആശങ്ക വലിയ ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ്, കാരണം മുൻകാല അനുഭവങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടാവണം. പക്ഷെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ എല്ലാ നിലയ്ക്കും
അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് പരിസ്ഥിതി ആഘാതം ഉണ്ടാവുന്നില്ല, കുടിവെള്ള സ്രോതസ്സുകൾക്ക് നാശനഷ്ടം ഉണ്ടാവുന്നില്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ആ നിലയിൽ ജനങ്ങളെ കൺവിൻസ് ചെയ്യാനും സാധിക്കണം. ഇത് നടക്കാതെ പോകുമ്പോഴാണ് കേരളത്തിൽ മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ എല്ലായിടത്തും ഉണ്ടാവുകയാണ്. കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ജില്ലകളിലും എന്ന് തന്നെ പറയാം, എല്ലാ താലൂക്കുകളിലും എന്ന് തന്നെ പറയാം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കുറച്ചുകൂടി സാങ്കേതികവിദ്യയെ അധിഷ്ഠിതമാക്കിക്കൊണ്ടുള്ള കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.